Tomorrow is a hope, never a promise. Beauty fades. That is why it is beautiful. Hello guys, ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഇന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ചെക്കന്റെ ആണ് കാണൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ പരിപാടിയായിട്ട് ഞങ്ങളെല്ലാരും കൂടി കൊച്ചിക്ക് പോവുകയാണ്. ഒക്കെ സഡൻ പ്ലാൻ ആയിരുന്നു. സടപടാന്നെടുത്ത തീരുമാനങ്ങൾ. ഇങ്ങനെ വന്നത് നമ്മള് അർജുനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാരും ഉണ്ട്. ഇനി നമ്മളെല്ലാരും കൂടി വണ്ടിക്ക് ചാർജർ തപ്പാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ വണ്ടിയുടെ ചാർജ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെല്ലാരും ഇവിടെ KCB വന്നിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലത്തെ ഒരെണ്ണം വർക്ക് ആവണില്ല, മറ്റേതില് നമ്മളെ പിന്നല്ല എന്നാണ് പറയണേ. അപ്പൊ എല്ലാം കൊണ്ടും എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിങ് സ്റ്റേഷൻ ഇവിടെ വർക്ക് ആവണില്ല. ഈ ബസ് സ്റ്റോപ്പിന് മുമ്പുള്ളത് ഈ സ്റ്റേഷൻ വർക്ക് ആവില്ല. അപ്പോ അവന്റെ അവിടെ ഫുൾ അലമ്പിലാണ്. ദുബായിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ KCB-ക്കാരെ വിളിച്ച് ചീത്ത പറയുന്ന ആൾ. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി അടുത്തൊരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്. അവിടെ ഇനി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇടക്കിടക്ക് ഇപ്പൊ നിന്നും തുടങ്ങിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ നമ്മളിതേ പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാരും കൂടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ എത്തും. ഇനിയിപ്പോ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.9 കിലോമീറ്ററിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ എത്തുന്ന പറയണേ. ഇത് റേഞ്ച് കാണിക്കണ 9 ആണ്. അപ്പൊ ഏകദേശം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. മനസ്സിലായില്ലേ? ഓക്കെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ 2 പ്രാവശ്യം കൂടി വണ്ടി നിന്നിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് ആകെ 2 കിലോമീറ്റർ എന്നാ പറയണത്. ഡിയോണൊക്കെ ഫുൾ മറ്റേ നമ്മളൊക്കെ മുൾമുനയിൽ നിൽക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളവിടെ എത്തിയിട്ട് ഇത് ചാർജ് ചെയ്തിട്ട് അതിന്റെ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ നിങ്ങളെ അറിയിക്കണതായിരിക്കും. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചാർജിങ് സ്റ്റേഷൻ കിട്ടിക്കുകയാണ്. നമ്മൾ ചാർജിന് കുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ എല്ലാം സെറ്റാണ്. അപ്പൊ ഇനി ഇതൊരു 1.5-3 മണിക്കൂർ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ കൊച്ചിക്ക് വിടുന്നു. ബാക്കി ഇനി നമുക്ക് കൊച്ചിയിൽ എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം കാണാം. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെഷീനും കംപ്ലൈന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചർച്ചയിലാണ്. അവിടെ ഇരിക്കണം, റെഡി ആവട്ടെ. അപ്പൊ അതുവരെ മൂടൊക്കെ പോയിക്കണു. പവറൊക്കെ ഇല്ലാന്നാ പറഞ്ഞേ. ഇല്ല, വയ്യാണ്ട് ഇതെന്തൊട്ട് തേങ്ങയൊന്നും മനസ്സിലാവണില്ല. പക്ഷെ എന്നാലും എത്രയും പെട്ടെന്ന് നമ്മളിതൊക്കെ സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോണ വഴി കാണിച്ചു തരുന്നതാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരുടെ പ്രാക്കോ അല്ലെങ്കിൽ ഞങ്ങളെ വണ്ടിയുടെ എന്തിന്റെ പ്രശ്നമോ അങ്ങനെ എന്തൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വണ്ടി ഒന്നും ആവണില്ല. ആൾക്കാർ കീ കൊടുത്തിട്ട് വരുന്നോ, കീ കൊടുത്ത പാവേ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. വി ആർ ആക്ച്വലി വെയിറ്റിംഗ് ഫോർ എവറിത്തിങ്. സോ വിൽ അപ്ഡേറ്റ് യു. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, നമ്മളിത് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാരും ഇവിടെ ഇരിക്കുകയാണ്. പോസ്റ്റാണ് ടോ ചെയ്യാൻ വണ്ടി വരുന്നാ പറയണേ. അപ്പൊ അതിന്റെ വെയിറ്റിംഗിലാണ്. എല്ലാം റെഡിയാവും. അപ്പൊ ശരിയാക്കി തരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഓടില്ല, സീനായി. അപ്പൊ ലാസ്റ്റ് ഇതങ്ങനെ ഹുക്ക് ഇട്ടിട്ട് ഇവര് തൃശ്ശൂരിന്ന് വന്നതാട്ടോ. ഓർക്കണം, ടിയാഗോക്കാര് ഇതൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കുറച്ച്. അത്ര ദൂരൊക്കെ ഇവിടെ എല്ലായിടത്തും ഒരു എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വെക്കണം. എന്താണെങ്കിലും ഗൈസ് നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇതാ ബ്രേക്ക് കിട്ടോ? ആ ബ്രേക്ക്. നമ്മളെ വണ്ടി ഇങ്ങനെ കേറി പോവുകയാണ്. ഇനിയിപ്പോ നമ്മള് ഹിച്ച് ഹൈക്കേഴ്സ് ആണ് നമ്മളെല്ലാരും. നമ്മളെ ബോയ്സ് എല്ലാരും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോവാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ടാസ്ക്. നമുക്ക് ടാസ്ക് പിടിച്ച് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് പറയാം. അടുത്ത ഒരു മിനിറ്റ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ നമ്മളെ എറണാകുളം ലൊക്കേഷൻ എത്തിയിട്ട് പറയുന്നതാണ്. നമ്മളിപ്പോ കൊച്ചി അല്ല, നമ്മളിപ്പോ കൊടുങ്ങല്ലൂര് ആണ് നിക്കണത്. മനസ്സിലായില്ലേ ഗൈസ്? ഓക്കെ. അപ്പോ
അപ്പൊ നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയൊക്കെ കേടായി ആകെപ്പെട്ട് വണ്ടിയൊക്കെ വേറെ ഏതോ വഴിക്ക് വിട്ട് അപ്പൊ പോണ വഴിക്ക് നമുക്കിത് തിരുവനന്തപുരത്തേക്ക് പോണ കുറച്ച് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒപ്പം ലൈറ്റ് ഇല്ല നോക്കിട്ട് കാര്യമില്ല. അപ്പൊ അവരുടെ ഒപ്പം നമ്മളിപ്പതേ ലോറിയില് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചുമ്മാ സീൻ നമ്മളെല്ലാരും ഉണ്ട്. ലൈറ്റ് ഉണ്ട്. ഇതാണ് ചേട്ടന്മാര് ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ട്. അതാണ് നമ്മള് പിള്ളേരെല്ലാരും ഉണ്ട്. ഞാൻ ഡിയോന്റെ വണ്ടിയിലൊക്കെയാണ് ഇരിക്കണേ. അപ്പൊ പിന്നെ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. എല്ലാരും കൂടിയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇതാണ് വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മ വന്നത്. ചേട്ടൻ അടിപൊളിയായിട്ട് നമ്മളിവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ക്യൂട്ട് സൈക്കോ അവര് പോണേണ്. ബൈ ഏട്ടാ.